കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പാട്രിക് സഹോദരനും ലോവിസിലെ അദ്ദേഹത്തിൻ്റെ മകളും ഇന്ന് വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഞാൻ വന്ദനം പറയുന്നു. ആന്ധ്രാപ്രദേശ്, വി ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് ഫ്രം ആന്ധ്രാപ്രദേശ്, സോ വിത്ത് ജോയൽ. So we greet you brothers in the name of our Lord and Savior Jesus Christ. We are really happy that you are here. നവീകരണത്തിൽ 5 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങളത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് സോള എന്ന വാക്ക് ഉപയോഗിച്ചാണ് ഈ 5 പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ളത്. ദ സോളാസ് ഓഫ് റെഫർമേഷൻ, നവീകരണത്തിലെ 5 അടിസ്ഥാന പ്രഖ്യാപനങ്ങൾ എന്ന് പറയാം. അതിലെ ആദ്യത്തെ പ്രഖ്യാപനം സോള സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ വാക്കാണ്. സോള സ്ക്രിപ്ചറ. ദ ഫസ്റ്റ് സ്ലോഗൻ ഓഫ് റെഫർമേഷൻ വാസ് സോള സ്ക്രിപ്ചറ. ദാറ്റ് മീൻസ് സ്ക്രിപ്ചർ എലോൺ, ദൈവത്തിൻ്റെ വചനം മാത്രം എന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മൾ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെയുള്ള ഏക അടിസ്ഥാനം എന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. അതാണ് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അക്കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കത്തോലിക്ക സഭ പറഞ്ഞത് പിന്നെ ബൈബിളും വേണം, എന്നാൽ പ്രധാനമായും ക്രിസ്തീയ പാരമ്പര്യം, സഭയുടെ പാരമ്പര്യങ്ങളാണ് സഭയുടെ വിശ്വാസത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും ഒരു മനുഷ്യന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു പശുവിനെ, കാണാതെ പോയ ഒരു പശുവിനെ കിട്ടി. അപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടതുകൊണ്ട് പശുവിനെ കിട്ടിയെന്നുള്ള കാര്യം ആളുകളോട് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ് നടന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരു കയറ് കാണാതെ പോയിട്ടുണ്ടോ? അപ്പോൾ ശബ്ദം കുറച്ച് അദ്ദേഹം പറയും, അറ്റത്ത് ഒരു പശുവും. അപ്പോൾ ഏതാണ്ട് ആ നിലയിലാണ് 15-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭ പറഞ്ഞത്. അവർ പറഞ്ഞു ബൈബിൾ നമുക്ക് വേണം, പക്ഷേങ്കിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്താണ്? കയറാണ്, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമേറുന്നത്. പിന്നെ അറ്റത്തൊരു പശുവുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഈ കത്തോലിക്കർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളൊക്കെ കുറേ കഴിയുമ്പോൾ അറ്റത്ത് പശു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സജീസസ് ആൻഡ് ഐസജീസസ് എന്ന് പറയുന്ന 2 വാക്കുകളാണ്. കേട്ടിട്ടുണ്ടല്ലോ? എക്സജീസസ്, ഐസജീസസ്. എക്സജീസസ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു വേദഭാഗത്ത് എന്താണോ പറയുന്നത് അത് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് എക്സജീസസ് എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്ന കാര്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടി, അതിനെ നമ്മളെന്താ പറയുന്നത്? എക്സജീസസ് എന്ന് പറയും. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു വേദഭാഗത്തുണ്ട് എന്ന് നമ്മളുടെ ആശയത്തെ ആ വേദഭാഗത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെയാണ് ഐസജീസസ് എന്ന് പറയുന്നത്. എക്സജീസസ് എന്ന് പറഞ്ഞാൽ ഒരു വേദഭാഗത്തുള്ള കാര്യം എന്താണോ അത് കണ്ടെത്തുക എന്നാണ്. ഐസജീസസ് എന്ന് പറഞ്ഞാൽ ഒരു വേദഭാഗത്ത് നമ്മൾ പറയുന്ന കാര്യം ഉണ്ടെന്ന് അതിൻ്റെ മേലെ അതിനെ അടിച്ചേൽപ്പിക്കുക, അവിടെ കാണും നമ്മളത്. അതാണ് നമ്മുടെ ഐസജീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഐസജീസസ് പറ്റത്തില്ല. ഒരു വേദഭാഗത്ത് എന്താണോ ആ വേദഭാഗത്തുള്ള എഴുതിയ ആൾ പറയുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെയാണ് നമ്മൾ ബൈബിള് പഠിക്കേണ്ടത്. അപ്പസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ, അപ്പസ്തല പ്രവൃത്തികൾ നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചും 2 വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ വീണ്ടും പറയാം. ഡിസ്ക്രിപ്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതായിരിക്കുന്ന 2 വാക്കുകൾ. അപ്പോൾ അപ്പസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അപ്പസ്തല പ്രവൃത്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു വിവരണ സാഹിത്യമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ബുക്ക്. നറേറ്റീവ് എന്ന് അതിനെക്കുറിച്ച് പറയാം. ലേഖനങ്ങളെന്ന് പറയുന്നത് ഉപദേശങ്ങളാണ്. അത്
നേരിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ സുവിശേഷങ്ങളും അപ്പസ്തല പ്രവൃത്തികളും ലേഖനങ്ങൾ പോലെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലല്ല എഴുതിയിട്ടുള്ളത്. അത് നറേറ്റീവ് ലിറ്ററേച്ചറാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ പറയുന്ന കാര്യം ഒരു വിശദീകരണമാണോ അതോ അത് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു കൽപ്പനയാണോ എന്ന ചോദ്യം നറേറ്റീവ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഈസ് ഇറ്റ് അപ്ലിക്കബിൾ ടു അസ് ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് എ ഡിസ്ക്രിപ്ഷൻ? അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ബാധകമായ കാര്യമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണോ അതോ പ്രിസ്ക്രിപ്റ്റീവ് ആണോ? ഇത് ഒരു വിശദീകരണമാണോ അതോ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു കൽപ്പനയാണോ എന്ന നിലയിൽ നമ്മളതിനെക്കുറിച്ച് പറയാം. നമ്മൾ ചില സഹോദരന്മാർ പറയുന്ന പ്രസ്താവനയുണ്ട്, അത് അപകടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പസ്തലന്മാർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാണ് എന്ന് പറയുന്ന പ്രസ്താവന. അപ്പസ്തലന്മാർ ചെയ്ത എല്ലാ കാര്യവും നമുക്ക് മാതൃകയാണ് എന്ന് പറയുന്ന കാര്യം അല്ല. അപ്പസ്തലന്മാർ ചെയ്ത എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. അവർ ചെയ്തു എന്ന വിശദീകരണം അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ അപ്പസ്തലന്മാർ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബാധകമാണോ, അത് നമ്മൾ അനുസരിക്കാനായിട്ട് ആ മാതൃക തന്നെ പിൻപറ്റുവാനായിട്ടുള്ള നിർദ്ദേശം ആ വേദഭാഗത്തുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സഹോദരന്മാരോട് പറയും, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമുക്കിഷ്ടമുള്ള ചില വേദഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് നമ്മളുടെ ആശയങ്ങൾ തെളിയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അത് ഐസിജീസസ് ആണ്. പിന്നെയോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എല്ലാം നമ്മൾ വായിച്ചിട്ട് ആ പുസ്തകം എന്താ പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്ത് നിർദ്ദേശമാണ് അപ്പസ്തലനല്ല എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അപ്പസ്തല പ്രവൃത്തികൾ വായിച്ച് വരുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ അപ്പസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. പ്രധാനമായും അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. 7-8 അധ്യായങ്ങളിൽ 2 പ്രത്യേക വ്യക്തികളെ നമുക്ക് കാണാം. ഒന്ന് സ്തേഫാനോസാണ്, മറ്റേത് ഫിലിപ്പോസാണ്. അപ്പോൾ അവരെ ഏത് ഗ്രൂപ്പിൽ പെടുത്തണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ഗിഫ്റ്റഡ് മാൻ. ദൈവം കൃപ നൽകിയതായ ദൈവഭക്തന്മാരായിരിക്കുന്ന 2 മനുഷ്യരാണ് സ്തേഫാനോസും അതുപോലെ തന്നെ ഫിലിപ്പോസും. അവർ ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ചാണ് 7-8 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ മാനസാന്തരമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ 31 മുതൽ 43 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വേർതിരിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 31-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിയും കൊണ്ട് ഇരുന്നു. നിങ്ങൾ 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യമാകട്ടെ, 6-7, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ലൂക്കോസിൻ്റെ എഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിന് സമാപ്തിയായിട്ട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത ഒരു പോർഷനെക്കുറിച്ച് അദ്ദേഹം പറയും, പിന്നെ ഒരു സമാപ്തി പ്രസ്താവന അദ്ദേഹം പറയും. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്ന ആ പെരിക്കപ്പി അല്ലെങ്കിൽ ആ വിവരണം 9-ാമത്തെ അധ്യായത്തിന് 31-ാം വാക്യത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ 2 വാക്യങ്ങൾ സമാനമായിരിക്കുന്ന വാക്യങ്ങളാണ്. ആകമാനം സംഭവിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവനയാണ് ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ പോയിന്റ് മാർക്കർ. ഒരു തൻ്റെ എഴുത്തിലെ പുരോഗതിയിൽ, ആശയത്തിൻ്റെ പുരോഗതിയിൽ ആ പുരോഗതി ഏത് നിലയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് 6-7 കാണുന്നത്. അതുപോലെ തന്നെയുള്ള പ്രസ്താവന 2-ാമത്തെ അധ്യായത്തിൻ്റെ
രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ വരുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അങ്ങനെ പ്രസ്താവന നമുക്ക് പിന്നെയും വായിക്കാൻ പറ്റും. അപ്പോഴേ ഇറ്റ്സ് എ മാർക്കർ പോയിൻറ്റിങ് ടു എ ന്യൂ സെക്ഷൻ. ഒരു പുതിയ ഭാഗം ആരംഭിക്കുന്നു എന്നുള്ളതിനൊരു സൂചനയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് 6-ാമത്തെ അധ്യായത്തിന് 7 മുതൽ 9-ാമത്തെ അധ്യായത്തിന് 31 വരെ ഒരു സെക്ഷനാണ്. അപ്പം അവിടെ എങ്ങനെയാണ് ജാതികളുടെ അടുക്കലെ, അല്ലെങ്കിൽ നമുക്ക് 6-ാമത്തെ അധ്യായം വരെ വരുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് യഹൂദ മതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ദൈവസഭ എന്ന് പറയുന്നത് യഹൂദ മതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ആരാധനയെന്ന് പറയുന്നത് ദേവാലയത്തിലാണ്. അവർ യഹൂദ മതത്തിലെ ഒരു സെക്റ്റ് എന്നുള്ള നിലയിലാണ് 6-ാമത്തെ അധ്യായം വരെ കഴിയുന്നത്. ആ നിലയിലാണ്. എന്നാൽ 6-ാമത്തെ അധ്യായം മുതൽ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം വ്യത്യസ്തമായ വ്യതിരിക്തമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് 6-ാമത്തെ അധ്യായം മുതൽ കാണാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് സ്തേഫാനോസാണ്. സ്തേഫാനോസാണ് പറഞ്ഞത്, ഈ ദേവാലയവും ന്യായപ്രമാണവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിടിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ പരിപാടികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യതിരിക്തമായിരിക്കുന്നൊരു നിലപാട് ദൈവമക്കൾക്ക് ആവശ്യമാണ് എന്ന ആ ഒരു നീക്കം നമ്മൾ കാണുന്നത് സ്തേഫാനോസിലാണ്. അതിനുവേണ്ടി തൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്ന കാര്യം നമുക്കറിയാം. അതിനുശേഷം നമുക്ക് കാണാമല്ലോ, യഹൂദന്മാരല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ ആ കെട്ടുപാടിൽ നിന്ന് രക്ഷപ്പെട്ട വേറെ ഒരു മനുഷ്യനാണ് ഫിലിപ്പോസ് എന്ന് പറയുന്നയാൾ. അപ്പോൾ അദ്ദേഹം ശമരിയിലേക്ക് പോകുന്നു, അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടുന്നു. പിന്നീട് ഇതിൻ്റെ കെട്ടുപാടുകൾക്കൊക്കെ വെളിയിലേക്ക് വരാൻ മനസ്സുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കുന്ന പൗലോസിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ സഹോദരന്മാർ അവഗണിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പസ്തലനായ പൗലോസിൻ്റെ ആദ്യ 14 വർഷങ്ങളിലെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ചാണ്. അത് നമ്മൾ അങ്ങനെ അവഗണിച്ച ഒരു വിഷയമാണ്. എന്നാൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിശദമായ രീതിയിൽ ലൂക്കോസ് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അപ്പസ്തലനായ പൗലോസ് വിളിക്കപ്പെട്ടതിന് ശേഷം 14 സംവത്സരങ്ങൾ വളരെ വ്യക്തമായ നിലയിൽ തൻ്റെ മിഷണറി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ പരിഗണിക്കണം. 14 വർഷത്തെ അവഗണിച്ചുകൊണ്ട് പൗലോസിൻ്റെ വേലയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോഴേ ഈ നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണല്ലോ. 31 എന്ന് പറയുന്നത് സംക്ഷിപ്ത പ്രസ്താവനയാണ്. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിയും കൊണ്ട് ഇരുന്നു. ഏതാണ്ട് അപ്പസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു സംക്ഷിപ്ത പ്രസ്താവനയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എന്ന ഒരു വാക്കോടുകൂടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞ്, അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ ചോദിക്കേണ്ടത്? എങ്ങനെ എന്ന് ചോദിക്കണം അല്ലേ? അങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കേണ്ടതായിരിക്കുന്ന വാക്ക് എങ്ങനെ എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പം എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും ഉപദ്രവമായി, ഏറ്റവും എതിരാളിയായിട്ട് നിന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഇടപാട് നിമിത്തം സമൂലമായ മാനസാന്തരം ഉണ്ടായി. അത് സഭയെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ട് അദ്ദേഹം രൂപപ്പെട്ടത് മാത്രമല്ല, സഭയ്ക്ക് നേരിട്ടിരുന്ന വലിയ പീഡ ഒരു കാലത്തേക്ക് അവസാനിക്കുവാനുള്ള കാരണവുമായി പൗലോസിൻ്റെ അല്ലെങ്കിൽ ശൗലിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. ഉള്ള പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തെ ഉപദ്രവിക്കാനായിട്ട് ശൗലിനെ പോലെ ഒരാളിനെ പിന്നെ കിട്ടിയില്ല കേട്ടോ. അവർ വളരെ പരിശ്രമിച്ചെങ്കിലും ശൗലിനെ പോലെ ക്രിസ്തീയ വിശ്വാസത്തെ ഉപദ്രവിക്കുവാൻ ധൈര്യമുള്ള, അതിനുവേണ്ടി ഒരു പരിപാടിയും പദ്ധതിയും ഉള്ള, ഉത്സാഹമുള്ള ഒരു മനുഷ്യനെ പിന്നീട് കണ്ടെത്താനായിട്ട് യഹൂദന്മാർക്ക് സാധിച്ചില്ല. പല അവസരങ്ങളിൽ യഹൂദന്മാർ ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പൗലോസിൻ്റെ നേതൃത്വത്തിൽ നടന്നതുപോലെയുള്ള സംഘടിതമായ ഒരു പീഡനം അവർക്ക് സാധിച്ചില്ല.
കാരണം പൗലോസിൻ്റെ അത്രയും ഉത്സാഹവും ക്രമീകൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ പിന്നീട് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പം അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. എങ്ങനെയാണ് ഗലീല പ്രദേശങ്ങളിൽ സഭകളുണ്ടായത്? യഹൂദ്യ, യെരുശലേമിലെ സഭയെക്കുറിച്ച് നമുക്കറിയാം. യഹൂദ്യയിലും ഗലീലയിലും എങ്ങനെയാണ് ശമരിയയിലെ കാര്യം നമുക്കറിയാം. കാരണം എന്ന് ചോദിച്ചാൽ ഫിലിപ്പോസ് അവിടെ ചെന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം. എങ്ങനെയാണ് ഈ സഭകൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രമുഖമായിരിക്കുന്ന വ്യക്തി ഫിലിപ്പോസാണ്. ശമരിയയിലും ഗലീലയിലും ഒക്കെ ഗലീലയിലെ കാര്യം നമുക്ക് അത്രയും പറയാൻ പറ്റുകയില്ലെങ്കിലും ശമരിയ യഹൂദ്യയുടെ പ്രദേശങ്ങൾ, ഇപ്പം ഇനിയും പത്രോസിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം യോപ്പ, അതുപോലെ ജദ്ദ എന്ന് പറയുന്നതായിരിക്കുന്ന 2 സ്ഥലങ്ങളെക്കുറിച്ച്, പിന്നെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ സുവിശേഷം എത്തിയത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ചില സ്നേഹിതന്മാർ പറയുന്നൊരു കാര്യം, സുവിശേഷ പ്രവർത്തനത്തിനും മിഷണറി പ്രവർത്തനത്തിനും ഒരു പ്രത്യേക രീതി ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാ ശമരിയയിലെ സുവിശേഷ വേല നടന്നത്? എങ്ങനെയാണ് ഗലീലയിലെ വേല നടന്നത്? എങ്ങനെയാണ് യഹൂദ്യ പ്രദേശങ്ങളിലെ വേല നടന്നത്? എങ്ങനെയാണ്? അത് ഈ പറയുന്ന രീതിയിലൊന്നുമല്ല. അപ്പസ്തലന്മാർ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ സുവിശേഷം പറയുകയും സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. സ്തേഫാനോസും ഫിലിപ്പോസും പ്രവർത്തിച്ചത് എങ്ങനെയാണ്? ഏത് സഭയാണ് അവരെ അയച്ചത്? ആരാണ് അവരുടെ മേൽ കൈവച്ചത്? എന്ത് മിഷണറി സാധ്യതയാണ് അവർക്ക് നൽകിയത് എന്നുള്ള ചോദ്യം നിങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കണം. ഞാൻ തുടർന്ന് പറയാം. പത്രോസിൻ്റെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞോളാം. അപ്പം ഇതിൽ എല്ലാവർക്കും സ്വീകാര്യമായ, നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പം വിമർശനം മാത്രമായി തീർന്നാൽ ശരിയല്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് വിമർശനത്തിന് അവസരമില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ആദ്യത്തെ പ്രസ്താവന 31-ാമത്തെ വാക്യത്തിൽ പറയാം. അവിടെ പൗലോസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവന അല്ലെങ്കിൽ സംക്ഷിപ്തമായ ഒരു വിവരണം നൽകിയിട്ടാണ് ലൂക്കോസ് 31-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 14 സംവത്സരങ്ങളിലെ പൗലോസിൻ്റെ പ്രവർത്തനം ഈ ചെറിയ 19 മുതൽ 30 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പ്രസ്താവന അല്ലെങ്കിൽ പിന്നെ പത്രോസിലേക്ക് ലൂക്കോസിൻ്റെ ശ്രദ്ധ മാറുന്നത്. അപ്പം ക്യാമറയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ ക്യാമറ ഇങ്ങനെ പൗലോസിൻ്റെ നേരെയാണ് വെച്ചിരുന്നത്. 9-ാമത്തെ അധ്യായത്തിന് 32-ാമത്തെ വാക്യം വരുമ്പോൾ ക്യാമറ പത്രോസിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ദൈവമക്കൾക്ക് ആത്മീയ വർധന പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രസംഗിക്കാനായിട്ട് നല്ല പ്രസംഗകന്മാരായിരിക്കുന്ന ആളുകൾക്ക് പ്രസംഗിക്കാൻ നല്ല ഒരു വാക്യമാണ് ഈ 31-ാമത്തെ വാക്യം. അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ദൈവമക്കൾക്ക് ഉണ്ടായി. അതാണ് അങ്ങനെ എന്ന് പറയുന്ന പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദർ വാസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ദൈവമക്കൾക്കുണ്ടായി. പലപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉണർവും ഉത്സാഹവും ഒക്കെ വരും. പിന്നെ സമാധാനം വരുമ്പോൾ നമ്മളങ്ങ് മറക്കുക അത്. എന്നാൽ ഇവിടെ ദൈവമക്കൾക്കുണ്ടായ ഒരു പ്രത്യേക അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ അന്തരീക്ഷം ആത്മീയ വർധനയ്ക്കുള്ള ഒരവസരമായിട്ട് ദൈവം അതിന് ആ ഒരു നിലയിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം. ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യവും ബലവും ഒക്കെ തരുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉള്ള അവസരങ്ങളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ദുഃഖം വന്നെങ്കിലേ, കഷ്ടം വന്നെങ്കിലേ ഞാൻ ദൈവത്തെ വിളിക്കുകയുള്ളൂ എന്നുള്ളൊരു രീതി നല്ല രീതിയല്ല. ചില മനുഷ്യരെക്കുറിച്ച് പറഞ്ഞാൽ അട്ടി കിട്ടാതെ ഇവർ നോക്കൂല. സമാധാനമായിട്ടിരുന്നാൽ അവർ ദൈവത്തെ വിളിക്കൂല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതല്ല, ദൈവം നമുക്ക് തരുന്ന ഏത് സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങളാണെങ്കിൽ അതിന് നടുവിൽ, സന്തോഷമാണ് എങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മീക വർധന പ്രാപിക്കുവാൻ,
അതിനുള്ളതായിരിക്കുന്ന ആ ഒരു അവസരമായിട്ട് അതിനെ ഉപയോഗിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആത്മീക വർധന പ്രാപിച്ചു എന്ന് പറയുന്ന കാര്യം, അവർ ആത്മീക വർധന പ്രാപിച്ചു. സമാധാനത്തിൻ്റെ അന്തരീക്ഷം ആത്മീക വർധനയ്ക്ക് കാരണമായി തുറന്നു എന്നതാണ് ഇവിടെ ലൂക്കോസ് പറയുന്ന കാര്യം. സമാധാനത്തിൻ്റെ അന്തരീക്ഷം, അനുഗ്രഹത്തിൻ്റെ അന്തരീക്ഷം, അത് ആത്മീക വർധനയ്ക്കുള്ള അവസരങ്ങളായിട്ട് തീരണം എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഈ ആത്മീക വർധന എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആത്മീക വർധന എന്ന് പറയുന്ന കാര്യം, അതിന് ഇംഗ്ലീഷ് പരിഭാഷക്കാർ പറയുന്നത് ബിൽറ്റ് അപ്പ് എന്ന് പറയുന്നത്. ദേ യൂസ് ദ വേർഡ് ബിൽറ്റ് അപ്പ്. പണിയപ്പെടുക എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഉയ്ക്കോ ഡോമേയ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് പണിയപ്പെടുക. അപ്പം ദൈവസഭയെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഒരു കെട്ടിടം എന്ന് പറയുന്ന കാര്യം. ഒരു കെട്ടിടം എന്ന് പറയുന്നത് ദൈവസഭയെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ദേവർ ബിൽറ്റ് അപ്പ്. ഈ ദൈവത്തിന് സഭയെന്ന് പറയുന്ന ഈ മന്ദിരം പണിയപ്പെടുവാൻ, അത് ശക്തി പ്രാപിക്കുവാൻ, അതിന് വളർച്ച ഉണ്ടാകുവാൻ കാരണമായി തീർന്നു എന്നാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയ വർധന പ്രാപിക്കാനുള്ള, ഈ ആത്മീയ വർധന എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട് എന്ന് തുറന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അത് തുറന്നുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അതിൽ ആന്തരികമായിരിക്കുന്ന ഒരു തലമുണ്ട്. ആത്മീയ വർധന, ദൈവസഭയുടെ വളർച്ച, ദൈവസഭയുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിന് 2 നിലയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അത് അനിവാര്യമാണ്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആന്തരികമായിരിക്കുന്ന അനുഗ്രഹമാണ്. ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവജനത്തിൻ്റെ ആത്മീയ വർധന എന്ന് പറയുന്ന ആ ഒരു വശം ദൈവസഭയുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലെങ്കിൽ പറയാം ഇൻറ്റേണൽ, ആന്തരികമായിരിക്കുന്ന അഭിവൃദ്ധി, ആന്തരികമായിരിക്കുന്ന അഭിവൃദ്ധി, അല്ലെങ്കിൽ പറയാം വിശ്വാസികളുടെ ആത്മീക വർധന എന്ന് പറയുന്ന കാര്യം. എഡിഫിക്കേഷൻ ബിലീവേഴ്സ്, വിശ്വാസികളുടെ സ്വഭാവം, വിശ്വാസികളുടെ ജീവിതം, വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ദൈവഹിത പ്രകാരം രൂപപ്പെടുന്ന ആ ഒരു ആന്തരികമായിരിക്കുന്ന വളർച്ച കൂടാതെ സത്യസന്ധമായ ആത്മീയ വർധന ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. 2ാമത്തെ തലം എന്ന് പറയുന്നത് പറഞ്ഞു അവർ പെരുകിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ. അവർ 2 നിലയിലുള്ള അനുഗ്രഹം നമുക്കുണ്ടാകണം. ആന്തരികമായ അനുഗ്രഹം വേണം, ബാഹ്യമായ സുവിശേഷവൽക്കരണത്താൽ ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ ചേരുന്ന ആ അനുഭവം ഉണ്ടാകണം. ന്യൂമറിക്കൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച എന്ന് പറയുന്ന ഈ 2 തലങ്ങളിലും അനിവാര്യമായ കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേങ്കിൽ സഭയിലുള്ള ആൾക്കാർ ഒരെണ്ണം ആത്മീയമായിട്ട് ശരിയല്ല, എങ്കിലും അതിന് ആത്മീയ വളർച്ചയല്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ആത്മീയമായിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ഒരുത്തൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ല, അത് ഒരു ക്ഷീണമാകും കേട്ടോ. ഈ 2 തലങ്ങളിൽ നമുക്ക് വ്യത്യാസമുണ്ടാകണം, നമുക്ക് പുരോഗതി ഉണ്ടാകണം. ആന്തരികമായിട്ട് നമ്മൾ വളരണം. അതുപോലെ തന്നെ ഈ സുവിശേഷം മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തി ആളുകൾ സുവിശേഷം വിശ്വസിച്ച് പെരുകി വരുന്ന ആ അനുഭവം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ 2 തരങ്ങളിലാണ് ഈ ആത്മീയ വർധന എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ആന്തരികമായ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഇവിടെ ലൂക്കോസ് ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും. അതാണ് ആന്തരിക അഭിവൃദ്ധിയുടെ, ആന്തരിക വർധനവിൻ്റെ, ആന്തരികമായ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിലുള്ള ആത്മീയ വർധനയുടെ 2 മേഖലകളെക്കുറിച്ചാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. കർത്താവിനോടുള്ള ഭക്തി, അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവിനോടുള്ള ഭക്തി, ദൈവഭയം. നമ്മളുടെ ആത്മീയ വളർച്ചയുടെ ലക്ഷണം എന്താണ്? നമ്മുടെ ആത്മീയ അനുഭവത്തിൻ്റെ ലക്ഷണം എന്താണ്? ആത്മീയ അനുഭവത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവഭയമുള്ള മനുഷ്യരാണ്, ദൈവഭക്തിയുള്ള ആളുകളാണ്, കർത്താവിനോട് ഭക്തിയുള്ള ആളുകളാണ്. പലരും പറയുന്ന പ്രസ്താവനയാണ്, സഹോദരന്മാരൊക്കെ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പേടി നമുക്കില്ലാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ദൈവത്തെ ഭയമില്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുമാറ് ദൈവഭയമില്ലാതെയാണ് മനുഷ്യർ അല്ലെ വിശ്വാസികൾ ജീവിക്കുന്നത്. ദൈവത്തെ മുൻനിർത്തിയല്ല. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വഴി എന്താ? നമ്മുടെ സഹോദരന്മാരെല്ലാം നമ്മളെന്തുവാ ചെയ്യുന്നത്? ഇങ്ങനെ കാലയിൽ ഉയർത്തി ഇങ്ങനെ നോക്കണം. ഞങ്ങൾ കണ്ടു. സഹോദരിമാർക്ക്
കണ്ടു കണ്ടു. എൻ്റെ പൊന്നെ, ഇവരെയൊക്കെ പറ്റിക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ കാണാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകും, നിങ്ങൾ ആരും കാണുകയില്ല. തന്ത്രപരമായി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ മറച്ചൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ മുൻപാകെ നാം ജീവിക്കുന്നു എന്നുള്ള ബോധ്യമാണ്. The greatest incentive of Christian life is fear of God. We know that we are living in the presence of God. ദൈവത്തിന് മുൻപാകെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീക വർധനയ്ക്കുള്ള കാരണമെന്ന് പറയുന്നതാണ്. എന്നെ കാണുന്നവൻ, നമ്മുടെ ഹാഗാർ പറഞ്ഞല്ലേ, ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവൻ ഇവിടെയും ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് യാക്കോബ് പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ലാബാനുമായിട്ട് ഇങ്ങനെ സംഘർഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ലാബാന് യാക്കോബിനെ കുറ്റം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കേട്ടോ. തന്ത്രപരമായ നീക്കത്തിലൂടെയൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഏതായാലും ഒന്നും കണ്ടെത്താൻ കഴിയാഞ്ഞപ്പം യാക്കോബിന് ഭയങ്കര കോപം വന്നു. എന്നിട്ട് ലാബാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു എന്ന് യാക്കോബ് ലാബാനോട് പറഞ്ഞു. അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ. അപ്പോൾ എനിക്ക് ഇസഹാക്കിനോട് വലിയ ബഹുമാനം തോന്നി കേട്ടോ. യാക്കോബ് തൻ്റെ അപ്പനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യാക്കോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പൻ ദൈവത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇസഹാക്കിൻ്റെ ഭയമായവൻ, ദൈവത്തെ ഭയപ്പെടുന്ന ഇസഹാക്കിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കാലും കൈയും ഒക്കെ കെട്ടി 10-20 വയസ്സ് കാണുമായിരിക്കും എന്നല്ലേ, എത്ര വയസ്സാണെന്ന് എനിക്കറിയത്തില്ല, അത്രയൊക്കെ പ്രായമുള്ള സമയത്താണ് കെട്ടി ഈ യാഗപീഠത്തിൻ്റെ മേൽ വെച്ചിരിക്കുക. ഞാൻ പറയാം, വലിയ പേരെ തൊഴിച്ചു കളയാനുള്ള ആരോഗ്യമൊക്കെ മനുഷ്യരുണ്ട് കേട്ടോ. കൈയും കാലമൊക്കെ കെട്ടി നിൽക്കാനുള്ള കാര്യം ശരിയാണ്. വലിയപ്പൻ ഇങ്ങനെ കത്തിയും കൊണ്ട് നിൽക്കുക, ഒറ്റ തൊഴി. വലിയപ്പം 2 മറിഞ്ഞു വീഴും ഇല്ലേ. കൈകൾ കെട്ടി, കാലുകൾ കെട്ടി, തൻ്റെ കഴുത്തിൻ്റെ നേരെ കത്തി വരുന്ന അവസരത്തിൽ താൻ അങ്ങനെ കണ്ണുമടച്ച് കിടക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിനോടുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ഭയമായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഇതാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി കിടന്നു കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഇസഹാക്ക്. ആ ചരിത്രമൊക്കെ യാക്കോബിനോട് പറഞ്ഞു കാണും. അപ്പോൾ യാക്കോബ് ഇസഹാക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയും, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തോടുള്ള ബഹുമാനമാണ്, ദൈവത്തോടുള്ള ഭയമാണ്, ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവസഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ ദൈവത്തെ കർത്താവിനോടുള്ള ഭക്തിയിൽ, കർത്താവിനോടുള്ള ഭയത്തിൽ വർദ്ധിച്ചു വന്നു. നമ്മുടെ മധ്യത്തിൽ ആളുകൾ വരുമ്പോൾ, നമ്മളുടെ ആരാധന കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുമോ, ഇവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ദൈവഭയം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ദൈവത്തോടുള്ള ഭയം, കർത്താവിനോടുള്ളതായിരിക്കുന്ന ഭക്തി, അതാണ് അവരുടെ ജീവിതത്തിലെ ആത്മീയ വർധന, ആന്തരികമായ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തി, കർത്താവിനോടുള്ള ഭയം. യോബിനെ കുറിച്ച് നമ്മുടെ സഹോദരൻ പ്രസംഗിച്ച് പറഞ്ഞല്ലേ, അവൻ ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നമ്മൾ ഭക്തിയിൽ വളരണം കേട്ടോ. ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളായിട്ട് തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവഭക്തന്മാർ. ഞാൻ ഭക്തസിംഗിനെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് മുമ്പിൽ ആളുകൾ നിൽക്കുകയില്ലായിരുന്നു. എൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വലിപ്പവും പ്രതാപവും ഒന്നുമല്ല, അത് ദൈവഭയമുള്ള ദൈവഭക്തനായൊരു മനുഷ്യനാണ് എന്ന് ആളുകൾക്കറിയാമായിരുന്നു. അതാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുവാനും ഭയപ്പെടുവാനുള്ള കാരണം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നമുക്ക് ലഭിക്കേണ്ട പ്രത്യേകത, ശ്രദ്ധയെന്ന് പറയുന്നത് ഇവർ ദൈവത്തെ ഭയപ്പെടുന്ന ആൾക്കാരാണ്.
ഇവൻ ഭക്തനായിരിക്കുന്ന ആൾക്കാരാണ്. 13-ാം സങ്കീർത്തനക്കാരൻ, 12-ാം സങ്കീർത്തനക്കാരൻ, അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നമുക്കറിയാമല്ലോ, കർത്താവേ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, അല്ലേ? ലോകത്തിൽ സഭകളിലൊക്കെ ഭക്തന്മാർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഭക്തന്മാരായി തീരാനായിട്ട് മനസ്സ് വയ്ക്കണം. അതാണ് നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന ബലമെന്ന് പറയുന്നത്. അതാണ് അവർ കർത്താവിനോടുള്ള ഭക്തിയിൽ വളർന്നു, അതിലവർ ശ്രദ്ധേയരായിട്ട് തീർന്നു. ആളുകൾ കണ്ടവരൊക്കെ പറഞ്ഞു ഇവർ ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകളാണ്, കർത്താവിനോട് ഭക്തിയുള്ള, ഭയമുള്ള, ബഹുമാനമുള്ള, കർത്താവിൻ്റെ മുൻപിൽ ജീവിക്കുന്ന ആ നിലയിലുള്ള ആളുകളാണ് എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. കർത്താവിനോടുള്ള ഭക്തിയിൽ അവർ മുതിർന്നു വന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അവർ വളർന്നു വന്നു എന്നതാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് ആന്തരികമായ വളർച്ചയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും. പ്രബോധന എന്നുള്ള വാക്ക് നല്ലതാണെങ്കിലും അതിൻ്റെ ഊന്നൽ അതല്ലെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രബോധന എന്നുള്ള വാക്ക് ശരിയാ. പാരാക്ലീസിസ്, പാരാക്ലീസിസ്, ആശ്വാസം എന്നുള്ളതായിരിക്കുന്ന വാക്ക. പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം, പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം, അതിലാണ് ഇവർ വളർന്നു വന്നത്. കർത്താവിനോടുള്ള ഭയം എന്ന് പറയുന്നത് നമുക്ക് കർത്താവിനോടുള്ള പ്രതികരണമാണ് എങ്കിൽ, ആത്മാവിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോടുള്ളതായിരിക്കുന്ന പ്രതികരണമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം, പരിശുദ്ധാത്മാവുള്ള ധൈര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഉത്സാഹം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് നൽകുന്നതായിരിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ടും ജീവിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചേർന്ന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, വഴികാട്ടുവാൻ, നമ്മളെ നടത്തുവാൻ നമ്മളോട് കൂടെ ഉണ്ട് എന്നതാണ് ദൈവമക്കളുടെ ആശ്വാസം എന്ന് പറയുന്നതാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കരുത്തുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനമുണ്ട്. ഹി കംസ് അലോൺ. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത് ഈ പാരാക്ലീറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അക്ഷരികമായ പരിഭാഷ എന്ന് പറയുന്നത് കമ്മിങ് എലോങ് സൈഡ് ടു ഹെൽപ്പ്. നമ്മളുടെ സമീപത്തേക്ക് വന്ന് നമ്മളെ സഹായിക്കുക എന്ന് പറയുന്ന ആ വാക്കാണ് ഈ പാരാക്ലീസിസ്. കലയോ കമ്മിങ് എലോങ് സൈഡ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് ബുദ്ധിമുട്ടിലും സങ്കടങ്ങളിലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട്. കർത്താവ് നമ്മളുടെ അടുക്കിലേക്ക് വന്ന് അവൻ നമ്മെ സംരക്ഷിക്കും, പരിപാലിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമായിരിക്കുമ്പോൾ, നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മളോട് കൂടെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളുടെ മധ്യത്തിലേക്ക്, നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മളോട് ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളുടെ ആത്മീയ വർധന എന്ന് പറയുന്നത് എന്താ? ആത്മീയ വർധന എന്ന് പറയുന്നത് എന്താ? ആത്മീയ വർധന എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനോട് ഭക്തിയുള്ള, കർത്താവിനെ ഭയപ്പെടുന്ന, കർത്താവിനെ ബഹുമാനിക്കുന്ന, കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ ഇഷ്ടവും തിരിച്ചറിയുന്ന, അതനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ്. അതാണ് നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിർബന്ധം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ താങ്ങുവാൻ, നമുക്ക് കരുത്ത് പകരുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് അധികമായിട്ട് വേണ്ടത്? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ. നമ്മളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം, അല്ലേ? ഞാൻ
ദൈവഭക്തനായ കർത്താവിൻ്റെ ക്രിസ്തുഭക്തനായ ഒരു മനുഷ്യനാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നിരന്തരമായിട്ട് എൻ്റെ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ മനസ്സ് വെച്ചിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നോടൊപ്പം നിൽക്കുവാൻ, എന്നോടൊപ്പം എന്നെ സഹായിക്കുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് എന്നോടൊപ്പമുണ്ട് എന്നത് അതിൻ്റെ മറുവശമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. പാട്ടുകാരൻ പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം അല്ലേ? ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. അപ്പോൾ ഞാൻ പറയാം, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര ആശ്വാസകരമായിരിക്കുന്ന കാര്യമാണ്. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിൽ അവർ പെരുകി വന്നു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമ്മളുടെയും ജീവിതത്തിൻ്റെ ധൈര്യം അത് തന്നെയാണ് എൻ്റെ സഹോദരന്മാരെ. കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിനെ ഭയപ്പെടുക, കർത്താവിനെ സ്നേഹിക്കുക, അവനോട് ചേർന്നിരുന്ന് അവൻ്റെ ഹിതം തിരിച്ചറിയുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസം. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ആലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ എൻ്റെ ബലമുള്ള കരം കൊണ്ട് നിന്നെ താങ്ങിക്കൊള്ളും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഐ വാണ്ട് ടു ബി എ ഗോഡ്ലി മാൻ, ഐ വാണ്ട് ടു ബി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു ഭക്തനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും അതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ഷുഡ് ബി ദ ഗോൾ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മൾ കടന്നു പോകുമ്പോൾ ആളുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യോബിനെ കുറിച്ച് പറഞ്ഞ പോലെ പറയും, ഇവൻ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അതാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്. അങ്ങനെയുള്ളൊരു സാക്ഷ്യമാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുകയും തൻ്റെ സാന്നിധ്യത്താൽ നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവൻ നമുക്ക് തുണയായിരിക്കുകയും ചെയ്യും എന്നത് അതീവം വ്യക്തമായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ആശ്വാസത്തിൽ അവർ പെരുകി വന്നു. അപ്പം അതാണ് ആന്തരികമായ അവരുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നീട് ന്യൂമറിക്കൽ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നടന്നു എന്ന് പറയുന്ന പ്രസ്താവന കൂടെ പറയണം. നടപ്പ് എന്ന് പറയുന്നതാണ് ജീവിതം. നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നടപ്പിനെ കുറിച്ച് പറഞ്ഞു ദൈവഭക്തിയിലുള്ള നടപ്പ്, കർത്താവിനോടുള്ള ഭക്തിയിലുള്ള നടപ്പ്. അതാണ് ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതാണ്. പിന്നെ നടപ്പിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിലുള്ള നടപ്പ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ധൈര്യം, ആ ഉറപ്പ്, അതിലാണ് ദൈവമക്കൾ നടക്കുന്നത്. പെരുകി വന്നു എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ആന്തരികമായ സന്തോഷവും ആന്തരികമായ സമാധാനവും മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളല്ല. നമ്മൾ ദൈവമാക്കിയിരിക്കുന്നത് ആശ്വാസവും സന്തോഷവും ഒന്നുമില്ലാത്ത ദുഷ്ടത നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിലാണ്. ആ ലോകത്തിന് നടുവിൽ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത് കേട്ടോ. ഇനി അതിനെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് പറഞ്ഞ പ്രസ്താവന വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ സഭയാണ് God, the church of the living God is the only institution which exists for the benefit of its non-members.
ഈ സഭയിലെ അംഗങ്ങളല്ലാത്തവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥാപനമെന്ന് പറയുന്നത് സഭയാണെന്ന് പറഞ്ഞത്. സഭയിലെ അംഗങ്ങളല്ലാത്തവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥാപനം ദൈവത്തിൻ്റെ സഭയാണ്. ഗോഡ്സ് ചർച്ച്, the Church of Jesus Christ is the only institution which exists for the benefit of its non-members. ഇപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ എന്ത് പറഞ്ഞാലും, സുവിശേഷം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ നിർബന്ധിക്കുന്നു. നമുക്ക് സുവിശേഷം പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയും, സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കുവാനുള്ള ആ ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കും നിർബന്ധം ആത്മീയമായി വളരുന്ന ദൈവമക്കൾക്ക് ഉണ്ട്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആളുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് അനുസൃതമായിരിക്കുന്ന ഒരു ജീവിതവും ശൈലിയും ഒക്കെ നമുക്ക് വേണം കേട്ടോ, അതില്ലാതെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എനിക്ക് സന്തോഷമായി, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ സഹായിക്കും, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു, മറ്റുള്ളവർ എന്ത് സംഭവിക്കും എന്നുള്ളത് എൻ്റെ ബാധ്യതയല്ല എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതമല്ല. ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന സമാധാനം, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ. കഴിഞ്ഞ ദിവസം ഡിലീൻ സഹോദരൻ പറഞ്ഞ പോലെ അല്ലേ പറഞ്ഞു, ദൈവമേ കർത്താവ് തരുന്ന സമാധാനം എത്രയോ അത്ഭുതകരമായ സമാധാനമാണ്. ഇത് നമ്മൾ മാത്രം അനുഭവിച്ച്, ഇത് എനിക്കും മക്കൾക്കും പിള്ളേർക്കും അല്ലേ, എനിക്കും പിള്ളേർക്കും ഭാര്യയ്ക്കും അത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണോ ക്രിസ്തീയ ജീവിതം? അല്ലേ. നമുക്ക് ദൈവം തന്ന സമാധാനം, ദൈവം തന്ന സന്തോഷം മനുഷ്യർക്ക് അത് മനസ്സിലാക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അവരെ മതം മാറ്റാനായിട്ടുള്ള പരിശ്രമമാണെന്നൊക്കെ അവർ വിചാരിക്കുന്നത്. അല്ല, കർത്താവിന് സന്തോഷം അവരുമായി പങ്കുവയ്ക്കാനുള്ളതായിരിക്കുന്ന ആ സ്നേഹത്തിന് നിർബന്ധമാണ് ദൈവമക്കളെ സുവിശേഷം പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തെയും ഗൗരവമായിട്ട് എടുക്കണം. The church of the first century, they were a godly people, but they were also gospel proclaiming people. അവർ സുവിശേഷം പറയുന്ന, സുവിശേഷം അറിയിക്കുന്ന ആളുകളായിരുന്നു. അപ്പം അത് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ശരി, അതാണ് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് സത്യസന്ധമായിരിക്കുന്ന ആത്മീയ വർധന, ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന ആത്മീക വർധന തന്നെയാണ്. സത്യസന്ധമായിരിക്കുന്ന ആത്മീക വർധന എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ആ ആശ്വാസത്തിലും വളരുന്നതോട് ചേർന്ന് സുവിശേഷം മറ്റുള്ളവരെ അറിയിച്ച് മറ്റുള്ളവർ കൂടെ ഈ സന്തോഷത്തിലേക്ക് വരുന്ന ആ അനുഭവമാണ് യഥാർത്ഥമായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അതാണ് 32 മുതൽ 43 വരെയുള്ള വാക്യങ്ങളെല്ലാം നമുക്ക് പറയാനായിട്ട് സമയമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാൻ സാധിക്കുന്നത്, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബൈബിൾ ഡിക്ഷണറി ഒക്കെ എടുത്തു നോക്കിയറിയാം. ലുദ്ദ എന്ന് പറയുന്ന, ലിഡ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ 25 മൈൽ വടക്ക് പടിഞ്ഞാറ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഇപ്പുറത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഈ ലിഡ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. പിന്നെ അവിടെ നിന്ന് അത് യോപ്പയിലേക്കാണ് പോകുന്നത്. യോപ്പ എന്ന് പറയുന്നത് പിന്നെയും വടക്കോട്ട് നമ്മൾ പോയാൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ ചെല്ലുമ്പോഴുള്ള സ്ഥലമാണ് യോപ്പ. പക്ഷേ യോപ്പ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് തന്നെ ഉള്ളതായിരിക്കുന്ന സ്ഥലമാണ് യോപ്പ എന്ന് പറയുന്നത്. പിന്നെയും വടക്കോട്ട് പോയാൽ, അപ്പോൾ ഇത് ഇന്നത്തെ ടെല്ലവീവിനടുത്തുള്ളതായിരിക്കുന്ന സ്ഥലമാണ് ഈ ലിഡ എന്ന് പറയുന്നതും അതുപോലെ തന്നെ യോപ്പ എന്ന് പറയുന്നതുമായിരിക്കുന്ന സ്ഥലം. പിന്നെ നമ്മൾ വടക്കോട്ട് പോയാലാണ് കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നത്. കൈസരിയ എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്, അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പത്രോസ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് യെരുശലേമാണ്. യെരുശലേമിലെ സഭയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ അവസരത്തിൽ പത്രോസ് തീരുമാനിച്ചു എന്നുള്ള കാര്യം പത്രോസിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ശരി, യെരുശലേമിൽ നിന്ന് പുതുതായി സ്ഥാപിക്കപ്പെട്ട സഭകളിലേക്ക് ഒരു യാത്ര നടത്താം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം പത്രോസ് എടുത്തു. അവിടെ നമ്മുടെ ചില സഹോദരന്മാർ പറയുന്ന പോലെ പത്രോസിന് ടീമൊന്നുമില്ല കേട്ടു. പത്രോസിൻ്റെ ടീം ഏതാ? പത്രോസിന് ടീമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ല.
1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലന് പറയുന്നുണ്ട്, കേഫാവും ശേഷം അപ്പോസ്തലന്മാരും ചെയ്യുന്നത് പോലെ. ബാക്കി എന്താ? ഭാര്യയായ ഒരു സഹോദരിയോടുകൂടെ യാത്ര ചെയ്യാനുള്ള അനുവാദം എനിക്കും ബർന്നബാസിനും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോഴേ പത്രോസിൻ്റെയും മറ്റ് അപ്പസ്തലന്മാരുടെയും ഒരു രീതി എന്ന് പറയുന്നത് ഭാര്യയോടുകൂടെ യാത്ര ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പം അതുകൊണ്ട് പത്രോസിൻ്റെ ടീമിൽ പത്രോസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാനായിട്ടുള്ള ന്യായമുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ തീരുമാനിച്ചു, ശരി നമ്മൾ യെരുശലേമിൽ നിന്ന് ഈ പുതിയ സഭകളിലേക്ക്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് 2 നിലകളിലുള്ള പ്രവർത്തനം അപ്പസ്തലനായ പത്രോസ് ചെയ്യുന്നുണ്ടോ. പത്രോസിൻ്റെ മിഷണറി പ്രവർത്തനം എന്നാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന തലവാചകം. പത്രോസിൻ്റെ മിഷണറി പ്രവർത്തനം. ഈ 2 പ്രവർത്തനമുണ്ട്. സ്ഥാപിക്കപ്പെട്ട സഭകളെ സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആത്മീയ വർധന പ്രാപിക്കുക, അല്ല അതിന് പ്രബോധനം കൊടുക്കുക. 2, ആ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പറഞ്ഞ് പുതിയ വിശ്വാസികളെ നേടുക. ഈ 2 പരിപാടികളും പത്രോസിൻ്റെ പ്രവർത്തനത്തിനുണ്ട്. കാരണം ചോദിച്ചാൽ, ഈ ഐനിയോസ് എന്ന് പറയുന്ന ആൾ സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അപ്പം ഇറ്റ്സ് ആൻ ഇവാഞ്ചലിസ്റ്റിക് വർക്ക്. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ, മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ് അവർ രക്ഷയിലേക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ വിശുദ്ധന്മാരെ അടുക്കൽ ചെന്നു എന്ന് പറയുന്ന പ്രസ്താവന വായിക്കുമ്പോൾ നമുക്കറിയാം, ഹി വാസ് ഓൾസോ കോൺസെൻട്രേറ്റഡ് ഓൺ വർക്കിംഗ് വിത്ത് ബിലീവേഴ്സ് ഇൻ ചർച്ചസ്. അന്ന് സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന സഭകളിൽ അവർ സുവിശേഷം അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകളെ പ്രബോധിപ്പിച്ച് ആത്മീയ വർധന പ്രാപിപ്പിക്കുക, അല്ലെങ്കിൽ ആ നിലയിൽ അവരെ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നതും പത്രോസിൻ്റെ ജോലിയാണ്. അപ്പം നമ്മളുടെ സഹോദരന്മാർ പറയും, അപ്പം ഞാൻ പറയും ടീമൊന്നുമില്ല കേട്ടോ. ഈ അവസരത്തിൽ ഏതായാലും അങ്ങനെയുള്ള ടീമും പരിപാടിയും ഒന്നുമില്ല. ദൈവത്തിൻ്റെ സഭയാണ്. ആ ദൈവത്തിൻ്റെ സഭയിൽ ചെല്ലാനുള്ള അനുവാദ മാർഗമൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട്. ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം കേട്ടോ. സഭ ആരുടേതാണ്? ഇന്ന ടീമിൻ്റെ സഭയാ. അത് ശരി, അത് കൊള്ളാമല്ലോ. ആദ്യമേ അങ്ങനെ അല്ലല്ലോ നമ്മൾ പറഞ്ഞത്. സഭ ആരുടെയാ? കർത്താവിൻ്റെ സഭയല്ലേ. പക്ഷെ സഭ ഇപ്പോൾ പോയി കേട്ടോ. സഭ ഇപ്പോൾ കർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ അല്ലെന്ന് പറയില്ല, എന്നാലും ടീമിൻ്റെയാ. അയ്യോ, അതിന് ഈ ടീമിൽ പെടുത്താത്ത ഒരു മനുഷ്യനെ ഇവിടെ കയറ്റൂല. അത് പറയാം. അത് ശരി, അത് ശരി, അത് കൊള്ളാമല്ലോ. നിങ്ങൾക്ക് സമയം വരണോ ടീമിൽ ചേർന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ടീമിലെ ഈ സഭയിലെ കയറ്റിയല്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പത്രോസ് അപ്പോസ്തലന് ഏത് സഭയിലും ചെല്ലും. പിന്നെ അപ്പോസ്തലനായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അതിശയൊക്കെ അതൊക്കെ ഞാൻ മാനിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ സഭയാണ്. അത് ആരുടെയും സ്വത്തായിട്ട് അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് അധപ്പതിച്ചുവെങ്കിൽ അത് ദൈവപരിപാടിയുടെ അധപ്പതനമാണ്. അത് ദൈവികമായിരിക്കുന്ന ക്രമീകരണമല്ല. സുവിശേഷം വിശ്വസിക്കുന്ന, ഏത് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ വന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന ഒരിടമാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. അത് നമ്മളുടെ ആരുടെയും സ്വത്തായിട്ട് നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല. അപ്പോഴിനിയും അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ വേഗത്തിലൊന്ന് പറയാം. പത്രോസിനെ ആരയച്ചത്? പത്രോസിനെ ആരും അയച്ചതായിട്ട് ഇവിടെ പറയുന്നില്ല. അയച്ചില്ല എന്ന് ഞാൻ പറയല കേട്ടോ. അയച്ചില്ല എന്നൊന്നും പറയല. പത്രോസ് പറഞ്ഞു, ഞാൻ ലിഡ്ഡ, അതുപോലെ തന്നെ യോപ്പ, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഞാൻ പോയി അവിടെയുള്ള സഹോദരന്മാരെയൊക്കെ ഒന്ന് കണ്ട്, ഞാൻ ഭാര്യയും കൂടെ പോകുന്നത്, അവരെയൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോവുക. അപ്പോൾ യെരുശലേമിലുള്ള ആളിൽ എന്ത് ചെയ്ത് കാണും? എൻ്റെ പൊന്ന് സഹോദരൻ, അതൊരു നല്ല പരിപാടിയില്ലയോ. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാണും കേട്ടോ. പ്രാർത്ഥിക്കാതെ ഒന്നും അദ്ദേഹം പോരത്തില്ല. അപ്പം സഭയുടെ ഒരു പിൻബലം, സഭയുടെ പ്രാർത്ഥന, ഇതൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിശ്ചയമായിട്ടുമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ നിലയിൽ പ്രാർത്ഥിച്ചെങ്കിലേ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഈ നിലയിൽ കൈവച്ചെങ്കിലേ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പരിപാടി ക്രിസ്തീയമല്ല. അപ്പസ്തല പ്രവർത്തികളില്ല. അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല. പത്രോസ് അപ്പോസ്തലൻ ആദ്യമായിട്ട് സുവിശേഷ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനത്തിനായിട്ട് പോകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ് പോയത്.
ആരയച്ചിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം നിശ്ചയമായിട്ടും പറയും എന്നെ അയച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ചോദിക്കില്ല. കാര്യം വെച്ചാൽ അപ്പസ്തലനായ പത്രോസ് അപ്പോസ്തലനാണല്ലോ. അയ്യോ എൻ്റെ പൊന്നെ, അദ്ദേഹം ചെല്ലുമ്പോൾ വലിയ ബഹുമാനമായിട്ടൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലാളിത്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലാളിത്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. കത്തോലിക്ക സഹോദരന്മാരാണെങ്കിൽ, കത്തോലിക്ക സഹോദരന്മാരെന്ന് വിളിക്കണോ സ്നേഹിതെന്ന് വിളിച്ചാൽ മതി അല്ലേ? കത്തോലിക്ക സ്നേഹിതന്മാരോട് ചോദിക്കുക, പോപ്പ് ആദ്യത്തെ പോപ്പ് ഭാര്യയുമായിട്ട്, ഭാര്യ ഇല്ലല്ലോ അല്ലേ, പോപ്പിന് ഭാര്യ പറ്റിയല്ലേ, ഏതായാലും ആദ്യത്തെ പോപ്പിന് ഭാര്യയുണ്ട് കേട്ടോ, ഭാര്യയുണ്ട്. അവർ രണ്ടുപേരും കൂടെ വരിക, അങ്ങനെ വരാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, എന്തൊരു ലാളിത്യമാണ്. ഇപ്പം പോപ്പ് വരിക എന്നെങ്കിൽ ഈ ദേശം മുഴുവനുള്ള റോഡ് മുഴുവൻ അവരടയ്ക്കും. ആർക്കും ഇതിലൂടെ നടക്കാൻ വരെ സമ്മതിക്കുകയില്ല. ആരാ വരുന്നത്? പോപ്പും ഭാര്യയും വരും. ഭാര്യയുടെ കാര്യം ഞാൻ പറയുന്നില്ല, പോപ്പ് വരുന്നു. എൻ്റെ മോനെ, അങ്ങനെ ഒന്നും ഇല്ലെന്ന്. യഥാർത്ഥ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവൻ, നീ എൻ്റെ സഭയെ പണി, അല്ലെ ഈ പാറമേൽ ഞാൻ, അല്ല അങ്ങനെയല്ലയോ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞത് കേട്ടതായിരിക്കുന്ന അപ്പോസ്തലൻ. നീ പത്രോസാകുന്നു, അല്ലേ? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ, പത്രോസെ നീ പാറയാന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ അല്ലേ? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് ഈ ഭയങ്കര പരിപാടിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ പത്രോസ് എങ്ങനെ ഭാര്യയുടെ കയ്യെ പിടിച്ച്, അദ്ദേഹവും ഭാര്യയും കൂടെ, അന്ന് വണ്ടിയും വെള്ളമൊന്നുമില്ല കേട്ടോ, നടന്ന് വയർത്തൊലിച്ച് നെറ്റിയിലെ ദിവസം കഴിച്ച് പത്രോസല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടിനെ കൂടെ സ്വീകരിക്കുക. അല്ലാതെ ഈ പറയുന്ന ഈ വലിയ മേളങ്ങളും പരിപാടികളും ഒന്നുമില്ല. ഇതൊക്കെ വളരെ ലളിതമായിരിക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി വലിയ പ്രസ്ഥാനവും പരിപാടികളും ഒക്കെ ആക്കി പോപ്പിൻ്റെ വലിയ വാഹനത്തിൽ, പോപ്പ് മൊബൈൽ അല്ലേ, അതിലൊക്കെ വെച്ച് അതൊക്കെ എല്ലാം മാനുഷികമായ ബാബിലോന്യമായ പരിപാടികളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ലളിതമായ രീതിയിൽ വലിയ ആരവവും പരിപാടിയും ഒന്നുമില്ലാതെ ചെയ്യാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ബാക്കി കാര്യം അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞോളാം. അപ്പം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ലൂക്കോസ്, പത്രോസ്. അപ്പോസ്തലനായ പത്രോസ് എന്നുള്ള ഒരൊറ്റ പ്രസ്താവന അപ്പോസ്തല പ്രവൃത്തിയിലില്ല. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഇല്ലെന്നേ, യോഹന്നാനുള്ള പ്രസ്താവനയില്ല. അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന പ്രസ്താവനയുണ്ട്. അത് ഈ 12 അപ്പോസ്തലന്മാരെയും പൗലോസിനെയും കൂടി ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. പക്ഷേങ്കിൽ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് എന്ന് പറഞ്ഞിട്ടില്ല. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് എന്ന് പൗലോസ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോസ്തലന്മാരായ പൗലോസും ബർന്നബാസും എന്ന് പറയുന്നൊരു പ്രസ്താവനയുണ്ട് കേട്ടോ. എന്നാൽ ഒരു വ്യക്തിയുടെ മുൻപിൽ അപ്പോസ്തലൻ എന്നുള്ളതായിരിക്കുന്ന വാക്കുപയോഗിച്ച് ലൂക്കോസ് ആരെയും പരിചയപ്പെടുത്തുന്നില്ല. അത് രസകരമായിരിക്കുന്നൊരു കാര്യമില്ലയോ? എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മിഷണറിയാന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. നല്ല കാര്യം. ഇന്ന് നമ്മളോട് വചനം പ്രസംഗിക്കുന്നത് ബാബു ജോർജ് ആയിരിക്കും. ലൂക്കോസാന്നേ അങ്ങനെ പറയത്തുള്ളൂ. അത് കൂടുതലൊന്നും അതേ പറയുകയില്ല. ഈ പേരും വലിയ ടൈറ്റിലും ഈ പരിപാടി ഒന്നും ലൂക്കോസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും വന്നു. അയ്യോ, അത് ശരി. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ലുദ്ദയിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ലേ, പത്രോസ് ലുദ്ദയിൽ വന്നു. അത് വളരെ എളുപ്പത്തിലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ഒരുപാട് ബഹുമാനവും ഒരുപാട് പരിപാടിയും ഒരുപാട് പേരും ഇതൊന്നും നമുക്ക് ചേരുന്ന ഒരു പരിപാടിയല്ല. പത്രോസ് വെറും പത്രോസാണെങ്കിൽ, യോഹന്നാൻ വെറും യോഹന്നാനാണെങ്കിൽ, യാക്കോബ് വെറും യാക്കോബാണ് എങ്കിൽ അവരെക്കാളും കൂടിയ അപ്പോസ്തലന്മാരുണ്ടോ? ഈ വലിയ പേരും പെരുമയും പരിപാടിയൊക്കെ എന്തിനാണ്?
ഞാൻ വിചാരിക്കുന്നു ലൂക്കോസിന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം വന്നത് കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ പുള്ളി ഇത്രയും ധൈര്യമായിട്ട് കാര്യം പറയുകയാണ്. കാര്യം എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ലോകത്തിൽ ആരെയും കർത്താവെന്ന് വിളിക്കരുത്. ആദ്യം നിങ്ങളൊക്കെ സഹോദരന്മാരാണ്, അതിൽ കൂടിയതായിരിക്കുന്ന പദവിയും പരിപാടിയും ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് കർത്താവ് പറഞ്ഞ കാര്യം ലൂക്കോസിന് പിടികിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പത്രോസ് വന്നു, പിന്നെ യാക്കോബ് വന്നു, യോഹന്നാൻ വന്നു, പൗലോസ് വന്നു. അപ്പം അങ്ങനെയുള്ള സാധാരണ നിലയിലുള്ള ഒരു വിശദീകരണമാണ് ഇവർക്ക് വേണ്ടി ലൂക്കോസ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ലാളിത്യം, ക്രിസ്തീയ ശുശ്രൂഷയുടെയും ക്രിസ്തീയ വേലയുടെയും ലാളിത്യം നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഉള്ള പറഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഗത്ഭമായ രണ്ട് അത്ഭുതങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ രണ്ട് ഉയർത്തെഴുന്നേൽപ്പേ ഉള്ളൂ ഇവിടെ, അല്ലെങ്കിൽ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന രണ്ട് സംഭവമേ ഉള്ളൂ. അതിൽ ഒന്ന് ഈ പറഞ്ഞ വാക്യങ്ങളിലാണ്. തബീത എന്ന് പറയുന്നതായ ഒരു സഹോദരി മരിച്ചുപോയി, അദ്ദേഹത്തിന് ജീവൻ കിട്ടി. മരിച്ച തബീത. ഇപ്പം തലീത എന്ന് പറയുന്ന ബാലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. കർത്താവിൻ്റെ പ്രസ്താവന, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. തലീത കൂമി. ഇവിടെ പത്രോസ് പറഞ്ഞെന്താ, തബീത കൂമി, തബീത എഴുന്നേക്കാൻ. എൻ്റെ പൊന്നെ, മരിച്ച ആളിനോട് പറഞ്ഞ എഴുന്നേക്കുന്ന ആ പ്രാഗൽഭ്യമുള്ള പത്രോസിനെയാണ് വെറും പേര് വിളിച്ചിരിക്കണേ. എൻ്റെ പൊന്നെ, അതൊരു ഭയങ്കര കാര്യമാണല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? പത്രോസ് പറഞ്ഞപ്പം മരിച്ചയാൾ എഴുന്നേറ്റെന്നൊക്കെയുള്ള കാര്യം ശരിയാ, പക്ഷേ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ഭക്തി കൊണ്ടോ അങ്ങനെ ചെയ്തു എന്നൊരു വിചാരം പത്രോസിനില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ, അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം പെരുമയും സ്വന്തമായിരിക്കുന്ന വലിയ പരിപാടിയും ഒന്നും അപ്പസ്തലന്മാർ ചെയ്തിട്ടില്ല. അത് നമുക്ക് മാതൃകയാണ്, അത് നമുക്ക് മാതൃകയാണ്. അപ്പം അതുകൊണ്ട് അപ്പസ്തല പ്രവൃത്തികൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് പഠിക്കുകയും അതിലെ ആശയങ്ങൾ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അവിടെ ഒരു സഭയുടെ അനുഗ്രഹം എന്താണ്? അവർ ആന്തരികമായി ദൈവഭക്തന്മാരും കർത്താവിനോട് ഭക്തിയുള്ള ആളുകളും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം ജീവിതത്തിൽ അനുഭവിക്കുന്നവരുമായിരിക്കുന്ന ആളുകളാണ്. അവർ സുവിശേഷം പറയുന്നവരാണ്. അവർ സുവിശേഷം കേട്ട് മനുഷ്യരെ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെ സഭ ആത്മീകമായും അംഗസംഖ്യയിലും വർദ്ധിച്ചു വരുന്നു. അതാണ് സഭയുടെ വളർച്ച എന്ന് പറയുന്ന ആ നിലയിലായിരിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, അപ്പസ്തലനായ പത്രോസിൻ്റെ മിഷനറി പ്രവർത്തനം ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ ഒരു ശൈലി അനുസരിച്ചാണ് താൻ ചെയ്തത്. അത് നമ്മളെല്ലാവരും അവലംബിച്ചു കൊള്ളണമെന്നുള്ള നിർബന്ധമൊന്നും പത്രോസ് പറയുന്നില്ല. അതിൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ, അല്ലെങ്കിൽ സ്വീകാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകുന്നുണ്ട്. ഭാര്യയോടുകൂടെ സഞ്ചരിക്കുന്ന ഏതായാലും നല്ല കാര്യമാണ്, അതിന് യാതൊരു സംശയവുമില്ല. അവിടെ ഭാര്യ ഇല്ലാതെ ജീവിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഭാര്യയോടുകൂടെ യാത്ര. ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പം ഒരു സ്നേഹിതൻ പറഞ്ഞ പ്രസ്ഥാനം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, കൗൺസിലിംഗ് നടത്തുമ്പോൾ തന്നെ നടത്തല്ലേ, ഭാര്യയെ കൂടെ അടുത്തിരുത്തിയേക്കണമേ എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് അത്, ഭാര്യയോടുകൂടെ സഞ്ചരിക്കുക. ആരെയെങ്കിലും നമ്മൾ ദോഷമായി നോക്കിയ ഭാര്യ പറയും എന്ന് പറയുമല്ലോ. നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വേണം. അപ്പം തന്നെ പത്രോസിനും അറിയാവുന്നത്. അപ്പം അതുകൊണ്ട് ഭാര്യയോടുകൂടെ യാത്ര ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം ആത്മീക വർധന പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിലും ബലപ്പെട്ട് ജീവിതത്തിൻ്റെ രൂപാന്തരം സംഭവിക്കുന്നത് കൊണ്ടാണ്. ആ നിലയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യുവാൻ, ഞങ്ങളെ രൂപപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടെ അവിടുത്തേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് നൽകിയിരുന്ന മാതൃകകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ കാണിച്ച ലാളിത്യവും അവരുടെ ജീവിതത്തിലെ സേവന മനോഭാവവും ഞങ്ങൾ നടുക്കത്തോടുകൂടെ ഓർക്കുന്ന കർത്താവെ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.